ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും പീലീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്യൂട്ടി ക്രീം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ്. നമ്മൾ കടയിൽ നിന്നും അത്യാവശ്യം ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ബ്യൂട്ടി ക്രീം മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു അത്യാവശ്യം ക്യാഷ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത്രയും ചിലവില്ലാണ്ട് വളരെ അടിപൊളിയായിട്ടൊരു സൂപ്പർ ഒരു ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നല്ലേ, നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് വളരെ നാളത്തേക്ക് യങ് ആയിട്ടിരിക്കാനും ഈ ക്രീം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ കുരുവൊക്കെ വന്നു പോയിട്ടുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ചിലർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് സ്കിന്നിൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് മാറി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ മാറി നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് ഇങ്ങനെ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള കരിവാളിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ നന്നായിട്ട് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്രീം ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. വീഡിയോ മുഴുവനും കാണണം കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്താൽ മതി. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതും നിങ്ങൾക്ക് മുടങ്ങാതെ അത് കാണാൻ സാധിക്കുന്നതും. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കന്ന് കണ്ടു നോക്കാം. നമ്മളിന്ന് ഈ ബ്യൂട്ടി ക്രീം തയ്യാറാക്കുന്നത് നവര അരി കൊണ്ടാണ് കേട്ടോ. ചിലർ ഇതിന് നവര അരി എന്നും പറയാറുണ്ട്, രണ്ട് പേരുണ്ട് ഇതിന്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഈ നവര അരി കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. നമുക്കിത് ഒരാഴ്ചത്തേക്ക് വരെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിച്ചിരുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നവര അരി എടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ നന്നായിട്ട് പൊടി അഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് മാറ്റുക. 2 ടേബിൾ സ്പൂൺ അരി നമ്മൾ എടുത്തതിൽ ഒരു 1/2 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വെള്ളം മുക്കി വെക്കുന്ന വെള്ളം കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ വെറുതെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒഴിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് മാത്രം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് തലേദിവസം രാത്രി ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ക്രീമിലേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാനിത് കുതിർക്കാൻ വെച്ചത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആ വെള്ളം കൂടി കൂട്ടിയിട്ട് തന്നെ കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കി എടുത്താൽ, നിങ്ങൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, അത് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാണ്ടിരിക്കുക. നമ്മൾ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ. അപ്പോഴേ എൻ്റെ എന്താ പറയുക പാല് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അരിപ്പ വെച്ച് ചെയ്യുമ്പോൾ അത്ര നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു തുണി എടുത്ത് നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തോർത്തുമുണ്ടാണ് കേട്ടോ. പീലീൻ്റെ ചെറുപ്പത്തിലെ മുണ്ടാണത്, തോർത്തുമുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം, നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ മാത്രമേ അതിൻ്റെ പാല് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക റൈസ് അരച്ചത് അതിൻ്റെ ആ പൗഡറായിട്ട് നമുക്ക് കിട്ടണം, അത്രയ്ക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു 2-3-4 സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളൊരു പ്രൊസീജിയർ കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാം. നവര അരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുമ്പോഴും ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ്. ഒരുവിധം ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നവര അരി. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. കളർ കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ മാറിപ്പോകാനും വളരെ നല്ലതാണ്. നമുക്കറിയാം ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ഒരു ഫുഡാണ് നവര അരി. അപ്പോൾ അത്രത്തോളം ബെനിഫിറ്റുള്ള ഒന്നാണ് നവര അരി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനത് പിഴിഞ്ഞെടുത്തതിൻ്റെ പാലിനസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് എന്താ പറയുക പാലൊക്കെ പോയി നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കളയേ ചെയ്യരുത് കേട്ടോ.
ഇത് നമുക്ക് എടുത്ത് വെച്ച് നമുക്ക് ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് കളയാറില്ല. ഞാനിത് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടു. അപ്പോൾ അങ്ങനെ എടുത്ത് ഡെപ്പിയിലെടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഇതുകൊണ്ടുള്ളൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം പാല് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലാണ്. ഈ പാലിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ സിസ്റ്റത്തിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഡയറക്റ്റായിട്ട് ചട്ടിയിൽ ഒഴിച്ച് ചെയ്യരുത് നിങ്ങൾ. ഇങ്ങനെ ഡബിൾ ബോയിലായിട്ട് തന്നെ ചെയ്തെടുക്കുക. ഒരു കുറച്ച് സമയം എടുക്കും, ഒരു 5-10 മിനിറ്റ് എടുക്കും. നമുക്ക് ആ എക്സ്ട്രാ ഉള്ള വെള്ളം മുഴുവനും വറ്റി ആ പാല് നന്നായിട്ട് നമുക്ക് കുറുകി വരും. എനിക്കൊരു 5-6 മിനിറ്റ് ആയപ്പോഴേക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആകും കേട്ടോ. അപ്പോൾ ഒരു ലേശം ഒന്ന് ലൂസാവുന്ന ഒരു രീതിയിൽ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കൊരു 2 സ്പൂണിൻ്റെ അളവ് വരെ നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്കിതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുത്ത് വെക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാം. അപ്പം ഞാനിത് നന്നായിട്ട് മാറ്റിയെടുത്ത് വെച്ച് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു ക്രീം രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് മിക്സ് ചെയ്യാൻ പാത്രമാണ് കേട്ടോ. അതിലേശം വലിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് തന്നെ യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ഓൾറെഡി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ട പകരം 1 സ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി. അതല്ല നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ക്രീമി പരുവത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, നിങ്ങൾ 2 ടേബിൾ സ്പൂൺ റൈസാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എടുക്കുക. അതല്ല നിങ്ങളതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സൂളിൻ്റെ അളവും കൂട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു ക്യാപ്സൂൾ എടുത്തത്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയാണത് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് റേറ്റ് കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യുന്ന ക്രീമിനേക്കാൾ എത്രയോ മടങ്ങ് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത്. നമുക്കിനി ഇത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഡെപ്പിയിലേക്ക് മാറ്റി വെക്കാം. മാക്സിമം ചില്ലിൻ്റെ ഡെപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പർ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ക്രീമും യൂസ് ചെയ്യില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മളത് എടുത്ത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുക. നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. ആ ക്രീം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൈ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളിതൊന്ന് തയ്യാറാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വെറുതെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകളൊന്നും യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് നാശാക്കാതെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന നവരരിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.